പിടിച്ചോളൂ മുസ്ലിമീങ്ങളെ, മുത്തുനബി തങ്ങളെ. നബിത്തങ്ങളെ പിടിച്ച ഒരാളെയും അല്ലാഹു തആല കൊടുക്കുകയില്ല. നബിത്തങ്ങളെ പിടിച്ച ഒരൊറ്റ മനുഷ്യൻ കുടുങ്ങുകയുമില്ല. കാരണം അല്ലാഹു നമുക്ക് നൽകിയ റഹ്മത്താണത്. അതാണ് മഹാന്മാർ ചെയ്തത്. അതെങ്ങനെയാണ്? ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ എങ്ങനെയാണ് നെഞ്ചിലേറ്റിയതെന്ന് നമുക്കൊന്ന് വായിക്കാം. ആരാണ് സഹോദരങ്ങളെ? സയ്യിദുശ് ശുഹദാ അസദുല്ലാഹി വ അസദു റസൂലിഹി. അസദുല്ലാഹ്, അസദു റസൂലില്ലാഹ്. ആ ഹംസത്ത് എന്നവർ എങ്ങനെയാണ് നബി തങ്ങളെ പിടിച്ചത്? എങ്ങനെയാണ് അവിടുന്ന് ജീവിച്ചത്? മഹാനായ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു സ്വഹാബിയുൻ മിൻ സ്വഹാബത്തിർ റസൂൽ. റസൂലുള്ളാഹിന്റെ സ്വഹാബികളിൽ പ്രധാനപ്പെട്ടൊരു സ്വഹാബിയാണ്. വഅമ്മുഹു, അവിടുത്തെ അളാപ്പയാണ്. വഅഖൂഹു, അവിടുത്തെ സഹോദരനുമാണ്. മിനർറളാഅ, മുലകുടി ബന്ധത്തിലൂടെ അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ സഹോദരനുമാണ്. അർളഅഹു, ഹംസത്ത് എന്നവർക്ക് മുല കൊടുത്തു. വൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾക്കും മുല കൊടുത്തിട്ടുണ്ട്. സുവൈബ, സുവൈബത്ത് എന്ന മഹദി ജാരിയത്തു അബീ ലഹബിൽ, അബൂലഹബിന്റെ ജാരിയത്താണ്. അല്ലത്തി അഅതഖഹ, ആരാണ് സുവൈബത്ത് എന്നവർ? ആ മഹദി, ബഹുമഹദി അവരുടെ ഇത്തക്ക് ചൊല്ലി. ഹീന ബശറതുഹു ബിവിലാദതിഹി, അല്ലാഹുവിന്റെ ഹബീബിനെ പ്രസവിച്ചു ആമിന ഉമ്മ. ആ വിവരം അബൂലഹബിന്റെ അരികിലേക്ക് ചെന്ന് പറഞ്ഞതും സന്തോഷം അറിയിച്ചു കൊടുത്തതും, അന്ന് പെൺകുട്ടികളെ പ്രസവിക്കുന്നുവെങ്കിൽ ജീവനോടെ കുടിച്ചു മൂടുന്ന കാലം, അന്നാണ് ഒരു ആൺകുട്ടിയെ പ്രസവിച്ചത്. ആമിന ഉമ്മ പ്രസവിച്ചു ഒരാൺകുട്ടി എന്ന നിലക്ക് സുവൈബത്തി എന്ന മഹദി ഓടിച്ചെന്ന് അബൂലഹബിനോട്, ആമിന ബീബി റളിയല്ലാഹു അൻഹ ഒരാൺകുട്ടിയെ പ്രസവിച്ചിട്ടുണ്ട്. ആ വിവരമങ്ങ് കേൾക്കുമ്പോൾ അൽഹംദുലില്ലാഹ് ഫസബ്ബതി യദഹു ഫിൽ ജഹീമി മുഖല്ലദാ അത്താ അന്നഹു ഫീ യൗമിൽ ഇത്നൈനി ദാഇമാ യുഖഫഫു അൻഹു ലി സുറൂരി ബി അഹ്മദാ فملن بالعبد الذي كان واحدا بأحمد مسرورا ومات موحدا. പരിശുദ്ധ ഖുർആനിനെ അങ്ങേയറ്റം ആക്ഷേപിച്ചവനും നരകത്തിൽ കാലാകാലവും താമസിക്കുന്നവനുമായ ഒരു ദുഷ്ടനായ മനുഷ്യനാണ് അബൂലഹബ്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്, ഖുർആനല്ല പറഞ്ഞത്. എന്നാൽ എല്ലാ തിങ്കളാഴ്ച ദിവസത്തിൽ ഒരു സമയം ആ മനുഷ്യന് ചെറിയ ശാന്തത അല്ലാഹു കൊടുക്കുന്നുണ്ട്. ശംസുദ്ദീൻ തങ്ങൾ വിവരിക്കുകയാണ്. എന്താണ് കാരണമെന്നറിയോ? അല്ലാഹുവിൻ്റെ ഹബീബിനെ ആമിന ഉമ്മ പ്രസവിച്ചപ്പോൾ ആ പ്രസവിച്ച വിവരം സുവൈബത്ത് എന്ന മഹദി ചെന്നിട്ട് പറഞ്ഞു. അബൂലഹബ് ചോദിച്ചു, ആൺകുട്ടിയാണോ? നഅം, ആൺകുട്ടിയാണെന്ന് പറഞ്ഞപ്പോൾ ഒരു സന്തോഷം. കാരണം പെൺകുട്ടിയാണ് എങ്കിൽ കുടിച്ചു മൂടണമല്ലോ, ആൺകുട്ടി എന്ന നിലക്ക് കുടിച്ചു മൂടേണ്ടതില്ല. ആ സമയത്ത് ഈ മനുഷ്യന്റെ മനസ്സിൽ, അബൂലഹബിന്റെ മനസ്സിൽ ഒരു ചെറിയ സന്തോഷം വന്നത് കാരണം അത്താ അന്നഹു ഫീ യൗമിൽ ഇത്നൈനി ദാഇമാ യുഖഫഫു അൻഹു ലി സുറൂരി ബി അഹ്മദാ. നബി തങ്ങൾ ആ ദിവസം സന്തോഷിച്ചതുകൊണ്ട് എല്ലാ തിങ്കളാഴ്ച ദിവസവും അബൂലഹബിന് ഒരു ചെറിയ ശാന്തത അല്ലാഹു കൊടുക്കും. റസൂലുള്ളാഹിനെ ആ നിമിഷം ഒരു സെക്കൻഡ് സന്തോഷിച്ചതിൽ ഇത് പറഞ്ഞുകൊണ്ട് ശംസുദ്ദീൻ തങ്ങൾ പറയുന്നു, ഓ മുസ്ലിമീങ്ങളെ, എങ്കിൽ എല്ലാ ദിവസവും നബി തങ്ങളെ മഹബ്ബത്ത് വെച്ച് സ്നേഹിച്ച് അവിടത്തേക്ക് സ്വലാത്ത് ചൊല്ലി നടക്കുന്ന ഫമല്ലന്നു ബിൽ അബ്ദിൽ ലദീ കാന വാഹിദാ ബി അഹ്മദ മസ്റൂറൻ വമാതാ മുവഹിദാ.
ജീവിതകാലം മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് വെച്ച് ജീവിക്കുന്ന പാവങ്ങളെ അല്ലാഹു തട്ടിക്കളയുമോ? പാവങ്ങളെ നരകത്തിലേക്ക് വലിച്ചെറിയുമോ? ഫമല്ലന്നു ബിൽ അബ്ദിൽ ലദീ കാന വാഹിദാ ബി അഹ്മദ മസ്റൂറൻ വമതാമു വഹിദാ. നബി തങ്ങളെ മഹബ്ബത്ത് വെച്ച് റസൂലുള്ളാഹിനെ ഖൽബിൽ ഇറക്കി വെച്ച് ആ സന്തോഷത്തോടെ ഈമാനോടെ മരിച്ചു പോകുന്നവരെ അല്ലാഹു പരീക്ഷിക്കുമോ? അല്ലാഹു ഖബറിൽ ബുദ്ധിമുട്ടിക്കുമോ? അല്ലാഹു അവർക്ക് ശിക്ഷ നൽകുമോ? ശംസുദ്ദീൻ തങ്ങൾ ചോദിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ഞാൻ പറഞ്ഞു വന്നത് ആ സുവൈബത്തി എന്ന മഹദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നബി തങ്ങളെ പ്രസവിക്കപ്പെട്ട അല്ലാഹുവിൻ്റെ ഹബീബിനെ ആമിന ഉമ്മ പ്രസവിച്ചപ്പോ ആ സന്തോഷം അറിയിച്ചു കൊടുത്തല്ലോ. അത് കാരണമായി അബൂലഹബ് എന്ന മനുഷ്യൻ മഹദിയവറുകളെ ഇത്തുക്ക് ചൊല്ലുന്നു. ഹീന ബശറതുഹു ബിവിലാദതിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയുള്ള മഹദി റസൂലുള്ളാഹിക്ക് മുല കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഹംസത്ത് എന്നവർക്കും മുല കൊടുത്തിട്ടുണ്ട്. മുലകുടി ബന്ധത്തിലൂടെ സഹോദരങ്ങളാണ്. എന്നാൽ അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ ഹയ്യളാപ്പയുമാണ്. അൽഹംദുലില്ലാഹ്. ഉപ്പ വഴിക്കങ്ങനെയാണ് എങ്കിൽ ഉമ്മുഹു ഹംസത്തുൽ കറാർ തങ്ങളുടെ ഉമ്മ ഹാലത്ത് ബീവിയാണ്. ബിന്തു വഹൈബ് ഇബ്നു അബ്ദി മനാഫ് ഇബ്നു സഹറാ ബിന്തു അമ്മി ആമിന. നബി തങ്ങളുടെ ഉമ്മയായ ആമിന ബീബി റളിയല്ലാഹു അൻഹയുടെ എളാപ്പയുടെ പൊന്നുമകളായ സഹ്റത്തി എന്ന മഹദിയുടെ മകനായ അബ്ദുമനാഫ് എന്നവരുടെ മകൾ, ആ മകനായ വഹൈബ് അവരുടെ മകളാണ് ഹംസത്തുൽ കറാർ തങ്ങളുടെ ഉമ്മ. അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ ഉമ്മയുടെ വഴിക്കും ഉപ്പയുടെ വഴിയിലൂടെയും കാന ഖരീബൻ ലഹു സയ്യിദു ശുഹദാ ഹംസത്തുൽ കറാർ. ബഹുമാനപ്പെട്ടവർ നബി തങ്ങളോട് അടുത്തവരാണ്. മിൻ ജിഹത്തി അബീഹി, നബി തങ്ങളുടെ ഉപ്പയുടെ വഴിയിലൂടെ. കമാ അന്നഹു ഖരീബുൻ ലഹു മിൻ ജിഹത്തി ഉമ്മിഹി, അതുപോലെ ഉമ്മയുടെ വഴി, ഉമ്മയുടെ റൂട്ടിലൂടെ ത്വരീഖിലൂടെ നോക്കിയാൽ നബി തങ്ങളും ഹംസത്തുൽ കറാർ തങ്ങളും വലിയ അടുപ്പമാണ്. വാപ്പയുടെ വഴിയിലൂടെ നോക്കിയാലും അങ്ങനെയാണ്. അന്നലി നബിയിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പണ്ഡിത ലോകം വിവരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 9 എളാപ്പമാരുണ്ട്. മൂത്താപ്പയും എളാപ്പയുമായി 9 പേരുണ്ട്. വലം യുസ്ലിം മിൻഹും, അവരിൽ നിന്ന് ഈമാനിന്റെ വെളിച്ചം കിട്ടിയിട്ടില്ല. ഇസ്ലാമിന്റെ വെളിച്ചം കിട്ടിയവര് ആരാണെന്നറിയോ? ഇസ്ലാമിന്റെ 9 എളാപ്പ മൂത്താപ്പമാരിൽ നിന്ന് ഇസ്ലാമിന്റെ വെളിച്ചം കിട്ടിയില്ല. വൈറു ഹംസ വൽ അബ്ബാസ്. അല്ലാഹുവിന്റെ ഹബീബിന് 9 എളാപ്പമാർ മൂത്താപ്പമാരായി. അതിൽ 2 പേർക്കാണ് ഇസ്ലാമിന്റെ വെളിച്ചം കിട്ടിയത്. ഒന്ന് ഹംസത്തുൽ കറാർ, 2 സയ്യിദുന അബ്ബാസ് റളിയല്ലാഹു അൻഹു. വൽ ബഖിയത്തു, ബാക്കിയുള്ളവരൊക്കെ മാതു ഫിൽ ഫത്ര, ആ ഫത്രത്തിന്റെ കാലത്ത് തന്നെ വഫാത്തായി. ലം യുദ്രികുൽ ബിഅസ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നബുവത്ത് ലഭിക്കുന്ന അല്ലെങ്കിൽ ബിഅസത്തിന്റെ സമയം അവരാരും എത്തിച്ചില്ല. ഇല്ലാ അബൂ ത്വാലിബിൻ വ അബൂ ലഹബിൻ, അബൂ ത്വാലിബും അബൂ ലഹബും ഒരുമത്തിൽ ഒടിച്ച് അവർ നബി തങ്ങളുടെ ബിഅസത്തിന് എത്തിച്ചു. വലം യുസ്ലിമ, പക്ഷേ ആ 2 പേർക്ക് ഇസ്ലാമിന്റെ വെളിച്ചം കിട്ടിയില്ല. അവർക്കൊരിക്കലും തന്നെ ഈമാനിന്റെ വെളിച്ചം കിട്ടിയില്ല. കിട്ടിയവർ 2 പേരാണ്, ഹംസത്ത് എന്നവരും അബ്ബാസ് റളിയല്ലാഹു അൻഹും. കാന ഹംസത്ത് റളിയല്ലാഹു അൻഹു അസന്ന മിനർ റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ 2 വയസ്സിനൊക്കെയുള്ള നോക്കുമ്പോൾ നബി തങ്ങളെക്കാളും പ്രായം 2 വയസ്സ് പ്രായം കൂടുതലുള്ളവര് അബൂ ഹംസത്ത് എന്നവരാണ്.
ഹംസത്തുൽ കറാറിനേക്കാൾ 2 വയസ്സ് കുറയും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്.